എല്ലാ കൂട്ടുകാർക്കും സ്വീറ്റ് ആൻഡ് സാൾട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത് വളരെ റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ആണ്. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ആണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ന്യൂ അപ്ഡേറ്റ്സിനായിട്ട് ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഈ എഗ് റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. 1 ടേബിൾ സ്പൂൺ പീനട്ടും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇട്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്ന കാഷ്യൂനട്ടും പീനട്ടും നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം, അതായത് ഫെനൽ സീഡ്സ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കാം, അതായത് ഉണങ്ങിയ തേങ്ങയുടെ പൊടി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചത്തേങ്ങ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇതിൽ കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. 1 മിനിറ്റോളം ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയാൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടൊന്ന് നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒരു 3 ഇടത്തരം സവാള ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടി പേസ്റ്റും ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം, നല്ല ബ്രൗൺ കളറായിട്ട് വഴണ്ടി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, നല്ല എണ്ണയൊക്കെ തിരിഞ്ഞ് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്ത് ഗരം മസാലയുടെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ തിരിഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ കാഷ്യൂനട്ടും പീനട്ടും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അമൂലിൻ്റെ അല്ലെങ്കിൽ വേറെ ഏത് ഫ്രഷ് ക്രീം ആയാലും മതി. ഇപ്പോൾ ഫ്രഷ് ക്രീം നിങ്ങളുടെ ഇല്ലെങ്കിൽ അതിന് പകരം തേങ്ങാപ്പാൽ, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രഷ് ക്രീം ചേർക്കുന്നത്. അടുത്തായിട്ട് ഇതിലേക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറവ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു പരുവത്തിലാണ് എടുക്കുന്നത്. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കിടന്ന് തിളച്ചിട്ട് ഒന്ന് നെയ്യ് തിരിയുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നെയ്യ് തിരിയുന്നവരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഗ്രേവിയൊക്കെ ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയുടെ മുകളിൽ അത്യാവശ്യം നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്.
ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല സ്പെഷ്യലായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണിതിന്. നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണിത്. ചപ്പാത്തി അതുപോലെ തന്നെ അപ്പം, ഇടിയപ്പം എന്നിവയ്ക്ക് സൂപ്പർ കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബൈ.